നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന രോഗാവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിൻ ഹോർമോണിന് രക്തത്തിലേക്ക് വരുന്ന ഷുഗറിനെ തിരിച്ചറിയാനുള്ള ശേഷി കുറയുന്ന ഒരവസ്ഥയാണ് പ്രമേഹ രോഗത്തിലേക്ക് ഒരാളിനെ ചെന്നെത്തിക്കുന്നത്. സ്ത്രീകൾക്ക് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് പോലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പേർക്ക് വളരെയധികം ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് കുടവയറാണ്. നിങ്ങൾക്ക് വലിയൊരു വയറുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്തിന്റെ പുറകിലും മുഖത്തിന്റെ വശങ്ങളിലും കൈയുടെ വിരലുകളുടെ മടക്കുകൾക്ക് മുകളിലും കറുപ്പ് നിറം, ചെറിയ ഡാർക്ക് പിഗ്മെന്റേഷൻ വരിക, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. ഇത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ രക്തസമ്മർദ്ദം ക്രമേണ കൂടി വരിക. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് രക്തത്തിൽ സോഡിയം കൂടുതലായിട്ട് പിടിച്ചു നിർത്തപ്പെടുകയും ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുകയും ചെയ്യും. നാലാമത്തത് നിങ്ങൾക്ക് കഴുത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ഉണ്ണികൾ വരിക. നമ്മൾ സ്കിൻ ടാക്സ് എന്ന് പറയില്ലേ, സ്കിൻ ടാക്സ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനാണ്. നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫൈബറുകൾ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുകയും സുഖകരമായിട്ട് ഉറങ്ങുകയും ടെൻഷൻ കുറയ്ക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും.